മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ 65. ആത്മാവിൻ്റെ ദുരിതം. എന്നെയും പരിശുദ്ധ ബലിയെയും പരിത്യജിക്കുന്നവന് ദുരിതം. നരകം അവനെ കാത്തിരിക്കുന്നു. എൻ്റെ ജനമായ നിങ്ങളോ എല്ലാം കേൾക്കുന്നു, എന്നാൽ ബധിരരായി തുടരുകയും ചെയ്യുന്നു. നിങ്ങളെ സൗഖ്യമാക്കാനും മാനസാന്തരപ്പെടുത്താനുമായി എൻ്റെ കരത്തിൻ്റെ ശക്തി സ്നേഹത്തിലും കരുണയിലും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ അടഞ്ഞു തന്നെയിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിങ്ങളുടെ ലോകത്തിൽ എല്ലാ തരത്തിലുമുള്ള അനേകം ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. എന്നാൽ ഏറ്റവും വേദനാകരമായ നിങ്ങളുടെ ആത്മാവിനായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ദുഷിച്ച സാഹചര്യങ്ങളിൽ ആർത്തുല്ലസിച്ച് ജീവിക്കുകയും നിങ്ങളുടെ ആത്മാക്കളെ പാപത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നു. എൻ്റെ തിരുഹൃദയം ഇക്കാര്യം എത്രയധികമായി നിങ്ങളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അനേകർക്ക് തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജഡത്തിൽ അലസനിദ്രയിലായിരിക്കുകയും നിങ്ങളെ ചൂഴുന്ന തിന്മയിലേക്ക് ചായുകയും ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങളുടെ ആത്മാവിൻ്റെ മരണത്തെ അഭിമുഖീകരിക്കും? വൻ നാശം വിതയ്ക്കുന്ന അഗ്നിയാണ് നിങ്ങളുടെ ലോകത്തിനു മേൽ വരാനിരിക്കുന്നത്. കാലാവസ്ഥ അത്രമേൽ താളം തെറ്റും. അപ്പോൾ നിങ്ങളുടെ പക്കൽ ഒന്നും അവശേഷിച്ചിട്ടുണ്ടാകില്ല. ദുരന്തങ്ങളും രോഗങ്ങളും അതിൽ നല്ലൊരു പങ്കും മനുഷ്യനിർമ്മിതമായിരിക്കും പെരുകും. ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ കരം അടുത്തെത്തിയിരിക്കുന്നു എന്ന് അറിയുക. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ്റെ ആഗമനം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ത്രപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു.